ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? പിന്നെ ഞാൻ ഇന്നൊരു സ്ഥലം വരെ പോകാനായിട്ട് ഒരുങ്ങിയിരിക്കുന്നു. പോയിട്ട് വന്നിട്ട് വിശേഷങ്ങൾ പറയാം. എവിടെയാണ് പോയതെന്ന് എല്ലാം ഞാൻ പറയാം. ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഞാൻ ഒരു സ്ഥലം വരെ പോകുന്ന കാര്യം. അപ്പോൾ ഇന്നും ഞാൻ പോയത് പൊന്മുടിക്ക് അടുത്തുള്ള വൈദ്യനെ കാണാനായിട്ടാണ് പോയത്. ഇന്ന് പോകാനുള്ള ദിവസമായിരുന്നു. പോയി കണ്ട് അവിടുത്തെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല. പിന്നെ നമ്മളവിടെ ഇറങ്ങി പോയിട്ട് പിന്നെ ഇപ്പോൾ എനിക്ക് ഒരുപാട് മാറ്റമുണ്ട്, വേദനയൊക്കെ കുറവുണ്ട്. ഇനി പോകണ്ടെന്ന് പറഞ്ഞു. ഇനി വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രം പോയാൽ മതി എന്ന് പറഞ്ഞു. എനിക്കിപ്പം നടക്കാനൊക്കെ പറ്റും. മറ്റത് ഞാൻ മുണ്ടി വീണ് ഞാൻ നടക്കുന്നത്. കാലിൽ നല്ല മുണ്ടലായിരുന്നു. ഇപ്പോൾ എനിക്ക് ഒരുപാട് മാറ്റമുണ്ട്. പിന്നെ നമ്മളവിടെ നിന്ന് ഇറങ്ങി. അവിടെ അന്ന് കയറിയ ഹോട്ടലിൽ നമ്മൾ കയറി ഭക്ഷണമൊക്കെ നമ്മൾ കഴിച്ചിട്ട് നമ്മളവിടെ നിന്ന് ഇതുപോലെ കുറച്ച് സമയം ഇവിടെയൊക്കെ പോയി നിന്നിട്ട് നമ്മളവിടെ നിന്ന് തിരിച്ച് വന്ന് പിന്നെ ഞാൻ വീട്ടിൽ വന്ന് പിന്നെ വൈകിട്ടത്തേക്കുള്ള കാപ്പിക്കുള്ള തയ്യാറെടുപ്പായിരുന്നു. കടല വെള്ളത്തിയിട്ടിട്ട് പോയായിരുന്നു. അപ്പോൾ ചുട്ട് കടലക്കറി ഉണ്ടാക്കാമെന്നുള്ള പ്ലാനിങ്ങിൽ ഞാനിന്നൊരു കടലക്കറി വയ്ക്കാനായിട്ടുള്ള അതിന് വേണ്ടി ഞാൻ തക്കാളി, പച്ചമുളക്, 2 വറ്റൽമുളക്, ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് ഞാൻ വേവിച്ചെടുത്തിട്ട് ഇതിൽ മുളക് പൊടി മല്ലിപ്പൊടി ഒന്നും ചേർക്കുന്നില്ല. ഇത് ആദ്യം നമുക്ക് വേവിച്ചെടുക്കാം. അരമുറി തേങ്ങ എടുത്ത് അത് അരച്ച് വെച്ചിട്ടുണ്ട്. ഇന്ന് മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർക്കാത്ത കടലക്കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലൊരു ചെറിയ ഉള്ളിയും പുതിന ഇലയും കൂടെ ഇട്ട് ഇച്ചിരി ഒന്ന് മൂപ്പിച്ചെടുക്കും. ഉള്ളി മൂപ്പിച്ചെടുത്ത് അരപ്പ് ചേർത്ത് കൊടുത്ത് തേങ്ങ അരച്ച കറി, തേങ്ങയുടെ കൂടെ പെരുംജീരകവും ചേർത്തിട്ടുണ്ട്. അതരച്ച് അപ്പോൾ ഇതിലെല്ലാം അരപ്പെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അരപ്പ് തിളച്ച് വന്നിട്ട് നമുക്ക് കടല ഇതിൽ ചേർത്ത് കൊടുക്കാം. വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കടല. കടലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കടലയിൽ ഞാൻ ഉപ്പ് ചേർത്ത് വേവിച്ച് വെച്ചതാണ്. അതിൽ വെളുത്തുള്ളിയുടെ കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. ഒരു 4 വെളുത്തുള്ളി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞത് വേവിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു കടലയിൽ കൂടെ. അപ്പോൾ അപ്പവും കൂടെ ചുട്ടെടുക്കാം നമുക്ക്. കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ഒരു തേയില വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പൊന്മുടിയുടെ അവിടെ നിന്ന് ഒരു തേയില വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. 120 രൂപയുടെ ഇത് വില കിടക്കുന്നു. 100 രൂപയ്ക്കാണ് പറഞ്ഞ് വാങ്ങിച്ചത്. അപ്പോൾ കടലക്കറിയും അപ്പവും എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട. അടുത്ത വീഡിയോ കാണുവരെയും അസ്സലാമു അലൈക്കും.